ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആര് ചേച്ചി? യെസ് മിയക്കുട്ടി. അപ്പൊ നമുക്കിനി ഒരു ലിറ്റിൽ ഏഞ്ചൽ ആയതോ? ഒരു കുഞ്ഞു മാലാഖ. ആ, കുഞ്ഞു മാലാഖ. ഏത് കുഞ്ഞു മാലാഖ വരുന്നു? ഇവിടെ കൊറേ ലിറ്റിൽ ഏഞ്ചൽസ് ഉണ്ടല്ലോ. കൺമണി ആയല്ലോ. വിളിക്കാം നമുക്ക്. ലെറ്റ്സ് വെൽക്കം കൺമണി കുട്ടി ഓൺ സ്റ്റേജ്. കമ്മണി ചേച്ചി എവിടെ ആയിരുന്നു ഇത്രയും ദിവസം? വീട്ടിലായിരുന്നോ? കൊറേ നാളല്ലോ ചേച്ചി കണ്ടിട്ട്. ധാവണിയെ കൊടുത്താണല്ലോ വന്നിരിക്കണേ. ഒരു ആന്റി പോലെ ഉണ്ട്. വലുതായില്ലേ അല്ലേ? വലിയ ചേച്ചിയായി. LKG-ലായി ഇപ്പൊ, വലിയ കുട്ടിയായി. LKG-ലായല്ലേ? വലിയ ചേച്ചിയാട്ടോ. ഭയങ്കര പൊക്കം വെച്ചല്ലോ. അതെങ്ങനെയാ? 5 വയസ്സായപ്പോ വയസ്സായപ്പോൾ പൊക്കം വെച്ചു. എഞ്ചങ്ങൾക്ക് ഒരു പാട്ടുണ്ട്. ആ, അതെന്താ? എന്ത് പാട്ട്? നീ മാതള പൂവിനുള്ളിൽ. ആ ആ പാട്ട് മ്യൂസിക് ചെയ്തത് അഞ്ചങ്കളാ. ഉം. ആ ആ MG അങ്കിളാ. ശരിയാ, ഇപ്പൊ പാടാൻ പോവാണോ പാട്ട്? MG അങ്കിളാ. MG അങ്കിളിന് വേണ്ടി. MG അങ്കിളല്ലേ? MG MG അങ്കിളാണോ? പാട്ട് ശരിക്കും ആനക്കൊടുത്താലും കിളിയാണ്. അതാണ് പാടാൻ അതാണ് പാടാൻ ആ, പോകുന്നത്. ശരിക്കും പാട്ട്. കാര്യം പറഞ്ഞ എന്താ? അത് അഞ്ചങ്ങൾക്ക് എന്നാ പാടിക്കൊടുക്കാൻ പാടിക്കൊടുക്ക്. ആ, കേക്കട്ടെ, പക്ഷെ നമുക്ക് അത് മ്യൂസിക് കേക്കാലോ. ചെയ്തത് ഞാനല്ല, ആണ്. അത് MG അങ്കിളാണ് മ്യൂസിക് ചെയ്തത്. ഇത് MJ അങ്കളാണ്. ആ. രണ്ടുപേര് വ്യത്യാസമുണ്ട്. എന്റെ മമ്മി പറഞ്ഞ അഞ്ചങ്കളാണ്. കള്ളം പറഞ്ഞ അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്തായാലും ആ, ഒന്നും ഇരിക്കട്ടെ. ചെയ്യില്ല. നമുക്ക് പാടിക്കൊടുക്കാം. ഒരു പാട്ടല്ലേ? MG അങ്കിളാണെങ്കിലും ആ പാട്ട് നല്ല അതെ. പാട്ടാണല്ലോ. ആ. അല്ലേ? പാടിക്കോ അല്ലേ? കമ്മണി ഏത് പാടിയാലും ഇഷ്ടപ്പെടും. അതെ. പാടിക്കും. നന്നായിട്ട് പാടിയ അങ്കിള് ഈ പാട്ട് കഴിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് തരും. പക്ഷെ ഈ ശരിക്കും പാട്ട് പാടുന്ന ഞാനേതറിയോ? ആ. ആരാ? ആനകൊടുത്താലും കിളി. ആ, അതറിയാം. അറിയാം. ആ, അത് ഞങ്ങൾക്കറിയാം. അറിയാന്നേ. ഞങ്ങൾക്കറിയാം. ശരിക്കും അതാ പാടാൻ പോകുന്നതെന്ന് അറിയാം. പക്ഷെ ശരിക്കും ഇപ്പൊ പാടാൻ പോണ പാട്ട് ഇതാ. അതെ. ആനകൊടുത്താലും കിളി. അപ്പൊ മറ്റേ പാട്ട് ചുമ്മാ 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 പഠിക്കാം. ചുമ്മാ പാടിക്കും. ചുമ്മാ പറഞ്ഞിട്ട് ചുമ്മാ പറഞ്ഞതാ. പാടുന്നില്ലേ? ആ പാട്ട് ഇല്ല, അറിയില്ല. പാടുന്നില്ല. ആ പാട്ട് അറിയില്ല, അതാണ് കാര്യം. പറ്റിച്ചാണല്ലേ? പഠിച്ചിട്ടില്ല. പല്ലവിയും ചരണവും അറിയില്ല. പല്ലവിയും ചരണവും അറിയില്ല. അറിയില്ല. അനുപല്ലവി അനുപല്ലവി അറിയാമോ? അതും അറിയില്ല. നമ്മളെ പറ്റിച്ചു. അശോ, എന്നാ പോട്ടെ, എന്നാ ആന കൊടുത്താലും കിളിയെ അത് പാടി. കേക്കാം. അതാ അത് നല്ലത്. കേട്ട് നമുക്ക് തൃപ്തിപ്പെടാം. അതെ. ഞാൻ പറഞ്ഞിട്ടുണ്ടേ, നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് തരും അങ്കിള്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ? ആശ കൊടുത്താലും കിളിയെ വാക്കു കൊടുക്കാമോ? ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ? പിടിവാശിക്കാരനായ മുൻകോപക്കാരൻ അഭിമാനിയായരണ്ട് എല്ലേച്ചൻ ഒരഭിമാനിയായരണ്ട്. ആ പിടിവാശിക്കാരനായ മുൻകോപക്കാരൻ അഭിമാനിയായരണ്ട് എന്റെ അച്ഛൻ ഒരഭിമാനിയായരണ്ട്. എന്തിനായി കോപം? ആരോടായി ദേഷ്യം? മകരല്ലേ, ഞാനും മകരല്ലേ, ചെല്ലു പനന്തത്തെ കീഴല്ലേ നീ.
ചുംബനത്തിൽ പഞ്ചാമൃതം തരികില്ല നീ. പാവമാമി എന്നെ പാവിയാക്കി പൊന്ന് അടിക്കല്ലേ, കൂട്ടിനടിക്കല്ലേ, പേരും ഊറും തട്ട് കിളിയല്ലേ ഞാൻ. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ, ആശ കൊടുത്താലും കിളിയെ വാക്കു കൊടുക്കാമോ. രാമ ഹരി രാമ, ഹരി രാമ ഹരി കൃഷ്ണ, ഹരി രാമ ശ്രീ രാമകൃഷ്ണ വാസുദേവ, കൃഷ്ണ കൃഷ്ണ രാമകൃഷ്ണ വാസുദേവ. വാ വാ ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ, ആശ കൊടുത്താലും കിളിയെ വാക്കു കൊടുക്കാമോ. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ, കൊടുത്താലും കിളിയെ ആശ കാമോ. ആഹാ, ആഹാ. കൺമണിക്കുട്ടി എന്ത് ഭംഗിയായിട്ടാ പാടിയേ. താങ്ക് യു. ഒരു ഡാൻസും ഡാൻസ് ഒക്കെ ഉണ്ട്. പഞ്ചകയായിരുന്നു ഇങ്ങനെ ഡാൻസ്. ഡാൻസ് അതെ 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 അതെ. ഇങ്ങനെയൊക്കെ എങ്ങനെയായിരുന്നു ഡാൻസ്? അത് കൊള്ളായിരുന്നു കേട്ടാ. താങ്ക് യു. കമണിക്കുട്ടി നല്ല ചുന്തിരി കുട്ടിയാണേ. താങ്ക് യു. അപ്പൊ അതിനിടയില് ഇടയ്ക്ക് വരിക മറന്നുപോയില്ലേ, എവിടെ എടുക്കണം എന്നൊക്കെ മറന്നുപോയില്ലേ. ഉം. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു നോ 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 എന്ന് പറയുന്നുണ്ട്. പക്ഷെ കമ്മണിക്കുട്ടി അവിടെ ശ്രദ്ധിക്കാൻ. ആ അതാണ് ഞാൻ ഇപ്രാവശ്യം ക്യാമറയില് നോക്കിയിട്ട് പാടി. ശരിയാട്ടോ, കറക്റ്റ് കറക്റ്റാ. അതെ അതെ അതെ. അപ്പൊ അമ്മ നോ നോ Good girl. കാണിച്ച് കണ്ടില്ല. കണ്ടില്ല അത്. കമ്മണിക്കുട്ടി പാടേണ്ട സ്ഥലത്ത് അമ്മ പറഞ്ഞു പാടാൻ പാടില്ല എന്ന്. അപ്പൊ കമ്മണിക്കുട്ടി പാടിയില്ല. അപ്പൊ അത് ചേട്ടൻ പാടി. ഉം. പിന്നെ ഇടയ്ക്കൊരു വാക്കുണ്ടായിരുന്നു ചൂനിത്തി. അതെന്തോന്നായിരുന്നു കമ്മണിക്കുട്ടി? അങ്ങനെയല്ല, ചുംബനത്തിൽ. ആ ചുമലത്തിൻ. അത് നല്ല ഫീലോട് കൂടിയാ പാടിയത് അത്. അത് ഭയങ്കര ആ ഫീൽ എങ്ങനെ അതെങ്ങനെയായിരുന്നു ആ ലൈൻ പാടിയ? ഒരിക്കലൻ മുതൽ അവിടെ നിന്ന് ഒരിക്കലൻ. ഒരിക്കലും മനസ്സിന്റെ പൂജ വന്നൊരു വരം തരികില്ല നീ. ചുംബനത്തിൽ ഭയങ്കര രസമായിരുന്നു. ഇതിനേക്കാൾ സോഫ്റ്റ് ആയിട്ടാണ് നേരത്തെ അതെ, പാടിയത്. നേരത്തെ ഇത്രയും soft പിന്നെ ആയിരുന്നു. ആശ അതെ. കൊടുത്താലും അത് ഭയങ്കര സംഗതി ആയിരുന്നല്ലോ. അതെങ്ങനെയാ? ആശ കൊടുത്താൽ താലും. കിളിയും കിളിയെ ആശ കാമോ. വാക്കു കൊടുക്കാമോ. എന്റെ സ്നേഹം എന്നൊക്കെ പാടിയില്ലേ, ആ അവിടെ മൊത്തം വരി എനിക്ക് മനസ്സിലായിട്ടോ. സ്നേഹം പുത്രസ്നേഹം നമുക്ക് എല്ലാവർക്കും ദത്തായിട്ട് പറ്റി. കേക്കട്ടെ. അവിടെ എന്താ അത്? സ്നേഹം പുത്രസ്നേഹം. പൊട്ട സ്നേഹോ? പുത്രസ്നേഹം. സ്നേഹം പൊട്ട സ്നേഹം എന്നോ? സ്നേഹം പൊട്ട സ്നേഹം അങ്ങനെയാണോ? അല്ല, ഞാൻ കുട്ടസ്നേഹം. എങ്ങനെ സ്നേഹം? ആ എന്നിട്ട് പുത്രസ്നേഹം. പുത്ര സ്നേഹം അല്ലേ? സ്നേഹം പുത്രസ്നേഹം. പിന്നെ അത് കഴിഞ്ഞിട്ട്? അതെങ്ങനെ? കരച്ച തറച്ച ദിലച്ചതാ. എന്ത് വെച്ചാ മിയക്കുട്ടിന് മനസ്സിലായോ എന്താന്ന്? കറയറ്റ അങ്ങനെ എനിക്ക് കരച്ച തറവച്ച തറവച്ച. തറവച്ച. കറയറ്റ തറവച്ച. അതിലച്ചതാണെങ്കിൽ. അമ്പോ. വെച്ചതാണെങ്കിൽ കരച്ച തറവച്ച ദിലച്ചതാണെങ്കിൽ. അതിലൊച്ചയാണെങ്കിലെന്നോ? അതിലച്ചതാണെങ്കിൽ ചെറിയ കേക്ക് പോലെ. ആണെങ്കിൽ ബാക്കി അതിലൊച്ചയാണെങ്കിലോ?
കരയച്ച തരച്ച നീലച്ചതാ കറയച്ച തലയച്ച അതിരച്ച. ശരിക്കും എന്താന്നറിയോ മിയക്കുട്ടാ? ഓ എന്തുവാ കറയറ്റത് അളവറ്റത് അതിരറ്റതാണെങ്കിൽ അതെ അതെ, ഇതാണോ അങ്ങനെയാണോ? അതാണ് ഒരു വാക്ക്. അതാണ് ഞാൻ വിചാരിച്ചു മറ്റേ അച്ഛനെ വിളിച്ചല്ലേ അതാണ് കമ്പനി കൊണ്ട് പാടിയത്. ഇതൊക്കെ പാടിപ്പിക്കാൻ പാടുണ്ടോ? ടഫല്ലേ, ഭയങ്കര ടഫല്ലേ. അപ്പൊ അവിടെയാണ് ഈ കോപം. അതെങ്ങനെ അവിടെയുണ്ട് കോപം. കോപം എന്ന് പറഞ്ഞ എന്താ? ഒരു ദിവസം ഞാൻ അയ്യോ അമ്മായി വീണ് വന്നപ്പോൾ പൈപ്പിനും കുഴിയിലും വെള്ളവൽ ആ. ആ പാട്ടിൽ ഒരു കോപം പറഞ്ഞൊരു ഭാഗമില്ലേ, ആ, ആ ഭാഗത്തിൽ ഈ പാട്ടിലും ഉണ്ടെങ്കിലേ ആ, അത് കാണിച്ച എങ്ങനെയാ കോപം അതെങ്ങനെയാ? എങ്ങനെയാന്ന് കോപം കാണിക്കണ എങ്ങനെയാ? എങ്ങനെ എനിക്കറിയില്ല, അങ്ങനെയാ അറിയില്ല. കാണിച്ചല്ലോ. ഇപ്പൊ കമ്പനി കാണിച്ചല്ലോ. ദേഷ്യം ഞാൻ വരും. ഇടയ്ക്ക് കാണിച്ചല്ലോ. അറിയില്ല അങ്ങനെയാ. കമ്പനിക്കുട്ടിക്ക് ദേഷ്യം വരുമോ? ദേഷ്യം വരാറുണ്ടോ? ആ വരുമോ? ഇടയ്ക്ക് വരത്തില്ലേ? അമ്മയ്ക്ക് ദേഷ്യം വരുമോ? ആ അപ്പൊ അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോ അതെങ്ങനെയാ? ഓ ഇങ്ങനെയാണല്ലേ? അങ്ങനെയാ ദേഷ്യം വരുന്നേ. ആ, ആ. ഈ ദേഷ്യത്തിനാണ് കോപം എന്ന് പറയണേ. ആ പിന്നെ വേറെ പാടല്ലോ, രാമകൃഷ്ണ വാസുദേവ. അതെ. എങ്ങനെയായിരുന്നു അത്? വാ വാ ന്ന്. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ശ്രീകൃഷ്ണ ആ, അത് കഴിഞ്ഞിട്ട് രാമകൃഷ്ണ വാസുദേവ. രാമകൃഷ്ണ വാസുദേവ കൃഷ്ണ കൃഷ്ണ ആ, രാമകൃഷ്ണ. കൃഷ്ണ വാസുദേവ വാ 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 വാ. ശ്രീകുട്ട അതിന്റെ ടൈമിംഗ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലേ അത് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ വേണ്ടി. ഞാൻ പിന്നെ കേട്ടിരുന്നു. ഇതിലും ക്യൂട്ടായിട്ട് ആരെങ്കിലും പാടുവോ? അത്ര ആരും ക്യൂട്ടായിട്ട് ഒരു സാരി ഒക്കെ ഇട്ട് വന്ന് ഒരു ചെറിയൊരു ചേച്ചി ഒരു പാട്ട് നല്ല ഫീലോട് കൂടെ പാടി. ഒരിക്കലും മനസ്സിന്റെ പൂജാമുറിയിൽ വന്നൊരു വരം തരികില്ലേ, ചുംബനത്തിൽ പഞ്ചാമൃതം തരികില്ലേ, നീ പാവമാമി എന്നെ പാവിയാക്കി പൊന്ന് അടിക്കല്ലേ, കൂട്ടിനടിക്കല്ലേ. മിടുക്കിയാണേ. താങ്ക് യു. ഈ വരിയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് സ്റ്റെപ്പൊക്കെ പഠിച്ച് ഈ ഉടുപ്പൊക്കെ ഇട്ട് മിടുക്കിയായിട്ട് പാടി. ഇല്ലേ മോച്ചേട്ടാ? അതെ. ഇഷ്ടപ്പെട്ടില്ലേ? ആ ഡയാനക്കുട്ടി. ധ്യാനക്കുട്ടി. ആ ധ്യാനക്കുട്ടി. ധ്യാനക്കുട്ടി എന്തോ എന്ത് ക്യൂട്ടായിട്ടാ പാടിയേ. താങ്ക് യു നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ആ സൂപ്പറായിട്ട് പാടി. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ. ആ ആക്ഷൻ കാണിച്ചൊക്കെ കൊള്ളാം. നല്ല സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് റൈറ്റ് എങ്ങനെയായിരുന്നു? ആ അതൊക്കെ കൊള്ളാം കേട്ടോ. ആ നല്ല രസമുണ്ടായിരുന്നു. ഇതെങ്ങനെ ഈ പാട്ടൊക്കെ എങ്ങനെ പഠിച്ചേ? ഞാൻ സ്വപ്നം പഠിച്ചു. ഇത്രയും വരികളുണ്ടല്ലോ. പഠിച്ചതാ. എത്ര ചരണമാണ് ഈ പാട്ടിന്? പല്ലവി ചർണ അനുപല്ലവി. ആ, പിന്നെ ഉണ്ടല്ലോ ഒരെണ്ണം, രാമഹരേ ഉണ്ട്. രാമഹരേ രാമ. അതില്ലേ? ആ? അതുണ്ട്. എന്താ? മതങ്ങൾക്ക് എന്താ ചെവിയും കേൾക്കണില്ലേ? കേൾക്കുന്നില്ല. എന്താണ് പറഞ്ഞേ? എന്താ പറഞ്ഞേ? എനിക്കറിയില്ല. അയ്യോ അങ്ങനെ തന്നെ എനിക്കറിയില്ല. ശ്ശോ. എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇന്ന് മൊത്തത്തിലെല്ലാം മറന്നു പോകുന്നുണ്ട് നമ്മുടെ കൺമണി. അതെ അതെ. അപ്പൊ എല്ലാം എന്തായാലും മറന്നു പോകുന്നുണ്ട്. എന്തായാലും മധുമംഗളിന് വളരെ ഇഷ്ടപ്പെട്ടു. കുറെ നാളുകൾക്ക് ശേഷം ധ്യാനക്കുട്ടിയെ കാണുകയാണ് മധുമംഗൾ. ധ്യാനക്കുട്ടിയുടെ പാട്ടും ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒക്കെ കണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. മധുമംഗളിന് ഇഷ്ടായി. താങ്ക് യു. കമ്പനിക്കുട്ടി ആദ്യം ഒരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞില്ലേ? ആ അത് പാടിത്തരുമോ? നീർമാടല പൂവിനുള്ളിൽ നീഹാരമാ വേണകാരം നീരാമരി രാഗമായി ആ, താനേണു കണ്ണ് നവനീതം ഉം. ചിറകായൻ വാനിൽ മഴപ്പോയരാരെ കാര്യം. ആ. ഇത്രയും രസമായിട്ട് പാടിയില്ലേ? അപ്പൊ അങ്ങള് പറഞ്ഞില്ലേ ഒരു പ്രസന്റ് തരാൻ. തരട്ടെ തരട്ടെ. ആ. ഇത് കണ്ടോ? ഹായ്. ഹായ് Magic മാജിക് box. ബോക്സ്. ഇതൊരു മാജിക് ബോക്സ് ആണേ. ഇതിൽ ഒരുപാട് ട്രിക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഇത് പഠിപ്പിച്ചു തരാൻ പറഞ്ഞാൽ മതി. അപ്പോ കമ്പനി ദ മജീഷ്യൻ ആയിട്ട് മാറും. ഉം. താങ്ക് യു. ഇവിടെ വന്നിട്ട് മാജിക് കാണിക്കണേ പിന്നീട്.
അയ്യോ സന്തോഷായോ കൺമണിക്കുട്ടിക്ക്? ആ ഇനി ഒരു സന്തോഷം വരുന്ന ഒരു സാധനം കൂടെ തരട്ടെ. ഒരു മധുരമഴ ആയാലോ? തരട്ടെ? അപ്പൊ വരട്ടെ നമ്മുടെ കൺമണിക്കുട്ടിക്ക് ഒരു മധുര മഴ. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ, ആശ കൊടുത്താൽ കിളിയേ വാക്കു കൊടുക്കാമോ. ഗുഡ് നൈറ്റ്. ആശ കൊടുക്കാമോ. മധുങ്ങളെ, ഓ അപ്പോ മധുങ്ങൾ ഇത്രയും നന്നായിട്ട് കാത്തിരുന്ന ഒരാളാണ് വരാൻ പോണത്. ആരാണത്? ഗായകനോ ഗായികയോ? ഗായികയാണ്. ഗായികയാണോ? ഗായികയാണ്. ഓ, ഗായികയാ. അങ്ങനെയുണ്ടോ? ഞാൻ ഗായിക എന്ന് കേട്ടിട്ടുള്ളൂ. വിനോദകാരിയാണ്. ആണോ? ആ. അപ്പൊ ഗായികയാണ്, ഗായിക. മട്ടന്നൂർ ശങ്കരൻകുടി ചേർന്ന നാട്. ഏകദേശം ആ. മട്ടന്നൂർ. ആ, അപ്പൊ മനസ്സിലായി. ഇല്ലേ? മനസ്സിലായോ? വിളക്കെന്ന് അർത്ഥം വരുന്ന വിളക്ക്. ആ, മിയയുടെ പേര്, ഓക്കേ. മിയയുടെ പേര് പോലെയുള്ള ഒരു പേരാണ്. അത് മീക്ക് പകരം ദീ ചേർത്താൽ അതന്നെ, അതന്നെ. correct ആയിരിക്കോ? Correct. ആ, ഓക്കെ ഓക്കെ ഓക്കെ, പിടികിട്ടി. ആ, വിളിച്ചോളൂ. അപ്പോ ലെറ്റ്സ് വെൽക്കം ദിയ ചേച്ചി ഓൺ സ്റ്റേജ്. ഈ ഷൂ ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങും. ഷൂ അല്ല. ഇതിന്റെ കൂടെ എങ്ങനെ ഷൂ ഇടാനാ? ഒരു മാച്ചും ഉണ്ടാവില്ല അപ്പം. ആ, പക്ഷെ ഷൂ ഒരു കോൺഫിഡൻസിന്റെ ഒരു സിമ്പിളാണ്. നീ കുട്ടിക്ക് Yes. അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇപ്പൊ ആ സ്വഭാവമൊക്കെ മാറിയെന്ന്. അപ്പൊ ചങ്ക്സ് ചോയ്സ് അല്ലേ നമ്മുടെ റൗണ്ട്? പക്ഷെ നമ്മുടെ 2 പെർഫോമൻസ് ഓൾറെഡി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു മധുരഗാനം മാത്രമാണ് അല്ലേ? കഴിഞ്ഞ 2 ചങ്സിലും ഏത് ചങ്കിനെയാ സെലക്ട് ചെയ്തേ? ഇന്ന് മധു അങ്കിൾ എന്നെ സെലക്ട് ചെയ്തോ? ഓ, താങ്ക് യു. സന്തോഷായി. ആര്യ ചേച്ചിനെ സെലക്ട് ചെയ്ത് എനിക്ക് പണി കിട്ടി. പണി കിട്ടി. പണി കിട്ടി അല്ലേ? Yes. പിന്നെ എം ജെ അങ്കിൾ. മധു ഇല്ലായിരുന്ന സമയത്താണ് മധുവിനെ പറ്റി എല്ലാവരും ഓർത്തത് ഏറ്റവും കൂടുതൽ. ഉള്ളപ്പോ നമുക്ക് വേണ്ട. കുറച്ച് ദിവസം മാറി നിക്കണം അല്ലേ എം ജെ സർ? അപ്പൊ ഇന്ന് മധുരഗാനം. മധുരഗാനം. അതെ. രാജശില്പി നീ എനിക്കൊരു. വെരി നൈസ്. പൂജാ വിഗ്രഹം അല്ലേ? ബ്യൂട്ടിഫുൾ സോങ്. ദേവരാ മാസ്റ്റർ. അതെ. ലിറിക്സ് വയലാർ രാമവർമ്മ സർ. ഉം. പാടിയത് സുശീലാമ്മ. ഉം. ഫിലിം പഞ്ചവൻകാട്. ഉം. ഇയർ 1971. യെസ്. ഇനി ഒരൊറ്റ അക്ഷരം വേണ്ടി പോലും പഠിക്കും. പാടിക്കോ, നേരെ പാട്ട് പാടിക്കോ. ചൂടാറിന് മുമ്പ് പാടിക്കോ. അപ്പൊ എല്ലാവരും ദിയ ചേച്ചിക്ക് വോട്ട് ചെയ്യണം. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യാം. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം
സൂപ്പർ സൂപ്പർ വെരി നൈസ് വെരി നൈസ്. താങ്ക് യു ചേച്ചി. ഇത് കുഴപ്പമായി. അതെന്തുപറ്റി? കാരണം ഈ പാട്ട് കേട്ട് കഴിഞ്ഞാലേ ആ. ഈ പാട്ടിൽ പറയുന്ന പോലെയാണ്, എന്താ? മറക്കും, ഞാൻ എല്ലാം മറക്കും, എല്ലാം മറന്നുപോയി. ഏതോ മായ ലോകത്തിലെത്തും. ലോകത്തിലെത്തും. അതെ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ പാടിയത് പോലും മറന്നുപോയി. മറന്നുപോയി. പിന്നെ ഇനി ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഒന്നും പറയാനില്ല ഇനി. തിരിച്ചു പിടിക്കണ്ടേ? ഇരിക്കണം. പിടിച്ചു. ആഹാ. പിടിച്ചു, പാട്ട് പിടിച്ചു. തീകൂടി, എന്താ സാർ? ചില ഭാഗങ്ങൾ അസാധ്യമായിരുന്നു, യെസ്. ചില ഭാഗങ്ങൾ അഭിപ്രായ വ്യത്യാസം ചെറുതായിട്ടുണ്ട്. ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേദിക്കും എന്ന് പാടിയില്ലേ, അതൊന്ന് പാടിക്കേ. ഹൃദയത്തളികയിൽ അനുരാഗത്തിൻ അമൃതും നിവേദിക്കും ഞാൻ, അമൃതും നിവേദിക്കും. ഇപ്പൊ പ്രശ്നമായി പോയല്ലേ മോളെ. അത് മാത്രല്ല, ദിയക്കുട്ടിയുടെ സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതെ. ഇത് എല്ലാവരുടെയും ഇത്രയാണ്. ഞാൻ ഇത്രേ പാടുന്നുള്ളേ, അതിൽ കൂടുതലില്ലേ? പല രീതിയിൽ വരും കയ്യെ. അല്ലെങ്കിൽ ഇത് മതിയോ എന്നുള്ള രീതിയിൽ എന്താണ് അത് ഉദ്ദേശിക്കണേ? അറിയില്ല. അങ്ങനെ വന്നു പോണേ. ടെലികാസ്റ്റ് നോക്കണേ, എപ്പോഴും അതുണ്ട്. പക്ഷെ അത് കൊള്ളാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുണ്ട് നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്, ബോഡി ലാംഗ്വേജിൽ. ദാറ്റ് ഇസ് നൈസ്. പിന്നെ പൂജാ വിഗ്രഹം തരുമോ എന്ന് പാടിയില്ലേ, അതൊന്നുകൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. രാജശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ? അടുത്തത് പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ? നൈസ്, ഇറ്റ് വാസ് വെരി നൈസ് കേട്ടോ. വെരി നൈസ്. സാധാരണ ആ നോട്ട്സ് ഒക്കെ അങ്ങനെ കൃത്യമായിട്ട് പാടുന്ന ആൾക്കാർ ഞാൻ കുറവേ കണ്ടിട്ടുള്ളൂ. കാരണം ദേവരാജ മാസ്റ്റർ ഇത് ഗാനമേളയ്ക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അത് അടുത്തിരുന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പാട്ട് എങ്ങനെയാണ് പാടേണ്ടത്, മാസ്റ്ററുടെ ഒരു കാഴ്ച എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഈ സംഗതിയൊക്കെ ഇപ്പൊ ദിയക്കുട്ടി പാടിയത് ഏകദേശം അദ്ദേഹം ഓർത്ത ഒരു കാര്യം പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഓർക്കാത്ത ഒരു ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സംഗതിയിലെ ചരണത്തില് തിരുവാഭരണം ചാർത്തും, അത് ആ സംഗതി ഏകദേശം കറക്റ്റ് ആയിരുന്നു. പക്ഷെ അതിന് ഇത്രയും പുഷ് ചെയ്യാൻ പാടില്ല. അത് പോരട്ടെ. രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരേ പാടും. ഇങ്ങനെ വരാവുള്ളൂ. അതിനെ കൂടുതൽ അതൊരു സംഗതിയാക്കി മാറ്റാൻ പാടില്ല. അത് പ്രത്യേകിച്ചും എനിക്ക് തോന്നിയത് തിരുവാഭരണം ചാർത്തും, അത് പഠിക്കേ. തിരുമേ നിറയെ പുളകങ്ങൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും. അത്രയും വേണ്ട. തിരുവാഭരണം ചാർത്തും. അങ്ങനെ മതി, ലൈറ്റർ ടച്ചിൽ വേണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഗതി ഒരു അമ്പും വില്ലുമായിട്ട് ഇങ്ങനെ നിന്നിട്ട് സംഗതി ടപ്പ് എന്ന് പറഞ്ഞ് തൊടുക്കുന്ന പോലെ വരരുത്. അത് പറ്റുന്ന ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. മധു പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തീർക്കുന്നത്, അതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു തീർക്കുന്നില്ല. ഞാൻ പാതിയിൽ വെച്ച് വിട്ട് അങ്ങോട്ട്. ദിയക്കുട്ടി എന്താ സാർ? വളരെ 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 മനോഹരമായിട്ട് പാടി. രാജശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ? കാരണം ഇതിപ്പോ കുറേംകൂടി MG അങ്കിളിനത് നേരിട്ട് അനുഭവമുണ്ട് ദേവരാജ മാഷിന്റെ അടുത്ത്. മാഷ് എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചതെന്നും എല്ലാം, അതുകൊണ്ടാണ് അങ്ങനെ എല്ലാം വിശദമായിട്ട് പറഞ്ഞത്. അതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സംഗതികൾ കുറച്ചൊന്ന് ലൈറ്റ് ആക്കണം. ഞാൻ സംഗതി പാടുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കാണിക്കാൻ വേണ്ടി സംഗതി പാടരുത് കേട്ടോ. പിന്നെ വിഗ്രഹമല്ല വിഗ്രഹം രായാണ് വേണ്ടത്, റായല്ല രാ. പൂജാ വിഗ്രഹം. കറക്റ്റ്, വിഗ്രഹം കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാം. എൻഡിലുള്ള സംഗതികള്
ഇന്ത്യയിലെ അതൊന്നുകൂടെ നേരത്തെ കേൾക്കട്ടെ. ചരണത്തിലെ സംഗതി പഠിപ്പിച്ച് പറഞ്ഞില്ലേ ലൈറ്റ് ആക്കണമെന്ന്. ലാസ്റ്റ് നിർത്തുമ്പോ പാടുന്ന ഒരു സംഗതി ഇല്ലേ, അതൊന്ന് കേൾക്കട്ടെ. രാജശില്പി അവിടെ കുറച്ച് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് എന്തോ ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ പാടി. അതാണ് കൺഫ്യൂഷൻ വേണ്ട, പാടിയതെല്ലാം നേരത്തെ പാടിയ സംഗതിയൊക്കെ കറക്റ്റ് ആണ്. ഒന്ന് ഫ്ലോ ആക്കിയാൽ ഫ്ലോയിൽ വരുത്തിയാൽ മതി. യെസ്. രാജശില്പി ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉഗ്രനായിട്ട് പാടി. രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരേ പാടും. രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരേ പാടും. പനിനീർ കുമ്പിളിൽ പുതിയ പ്രസാദം പകരം മേടിക്കും ഞാൻ, പകരം മേടിക്കും. ദേവുട്ടാ, എന്താ ചേച്ചി? ഈ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഒരു കാര്യം എക്സ്ട്രാ തോന്നി, എന്താ അറിയോ, അനുപല്ലവിയിൽ എവിടെയെങ്കിലും പെട്ടെന്ന് ഒരു സ്ലിപ്പ് വന്നോ? തൊണ്ടെന്തോ ഒരു ഇടറിയ കാര്യം എന്തോ. ആ, എന്നിട്ട് കണ്ണൊക്കെ പെട്ടെന്നൊന്ന് വീഴ്ച്ചു. അതായത് ശ്രദ്ധിച്ചോ? അത് പെട്ടെന്ന് അത് കണ്ണിങ്ങനെ അത് ദിയക്കുട്ടി കണ്ണു വിളിച്ച സമയത്ത് ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അല്ല, ഒരു സെക്കൻഡ് നേരത്തേക്ക് മാത്രം അത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മച്ചേട്ടാ. ഹൃദയത്തളികയിൽ അനുരാഗത്തിൻ അമൃതം നിവേദിക്കും ഞാൻ, അമൃതം നിവേദിക്കും. മറക്കും എല്ലാം മറക്കും ഞാനൊരു. അത് രസമായിരുന്നു കേട്ടോ. അത് ശരിക്കും നമ്മൾ നോട്ടീസ് ചെയ്യാത്ത സാധനമാണ്, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പക്ഷെ ആ മുഖം പെട്ടെന്ന് മാറിയപ്പോഴാണ് ശബ്ദം അടഞ്ഞ പോലെ, എത്രേ ഉള്ളൂ. ശബ്ദം പെട്ടെന്ന് അടഞ്ഞ പോലെ. ഞാനാണെങ്കിൽ ചോദിച്ചപ്പോ സത്യം പറയുകയും ചെയ്തു. ശരിയാ, വളരെ നിഷ്കളങ്കയായ നമ്മുടെ ദിയക്കുട്ടി മിടുക്കിയായിട്ട് പാടി കേട്ടോ. താങ്ക്സ് ചേച്ചി. എല്ലാ ഭാഗങ്ങളും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല ക്രിസ്പായിരുന്നു. എല്ലാം കേൾക്കാൻ വളരെ ക്ലിയർ ആയിരുന്നു. എല്ലാ ഭാഗങ്ങളും നല്ല ക്ലീൻ ആയിരുന്നു. എനിക്കും ഈ പറഞ്ഞ പോലെ അമൃത നിവേദിക്കും പകരം മേടിക്കും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേച്ചി. അടിപൊളി. ഞാൻ കാര്യമായിട്ടൊന്നും എഴുതിയില്ല. ചേട്ടൻ പറയുന്ന പോലെ എന്തിനാ ഈ പെണ്ണ്, എനിക്ക് വേണ്ട എന്ന് പറയുന്ന പോലെ പെണ്ണിന്റെ ആവശ്യം വന്നില്ല എനിക്കിന്ന് കേട്ടോ ദേവക്കുട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ഇനി നമുക്ക് ദിയ ചേച്ചിന് മാർക്ക് അറിഞ്ഞാലോ? ആർക്കറിയാം. പെട്ടെന്ന് പറയട്ടെ. 100 minus 1. 99. Yes, it is 99 out of 100 for Diyakutti today. രാജശില്പി ദിയക്കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദി ഡേ അല്ലേ? മധുചേട്ടാ, ഞാനോ? അതെ. Come on. ദിയക്കുട്ടി എത്ര നാളായി കണ്ടിട്ട്, ഇപ്പോഴാണ് അടുത്ത് കണ്ടത്. ഓക്കെ, അയ്യോ. എത്ര ദിവസമായി ശബ്ദം കേട്ടിട്ട്, എത്ര ദിവസമായി ഈ പാട്ട് കേട്ടിട്ട്. സന്തോഷായി ഇന്ന് താങ്ക് യു. കേട്ടോ, സന്തോഷായി കുട്ടി. ഓ, അപ്പൊ ദിയ ചേച്ചിക്ക് പവിഴം പ്രീമിയം കുടിക്കാനും കോക്കനട്ട് കുളിക്കാനും ആ കഴിക്കാനും നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. സമ്മാനം. നല്ല വെളിച്ചെണ്ണയാണ്. കുടിച്ചാലും കുളിച്ചാലും കുളിച്ചാലും കഴിച്ചാലും കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. Yes. താങ്ക് യു. ഇനി കിൻഡർ മോക്സിന്റെ കുഞ്ഞുടുപ്പ്. Yes. അതിന്റെ ഒപ്പം അപ്പോ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മൈക്കാണ് മൈക്ക് ചോദിച്ചപ്പോ കൈ കൊടുത്ത്